2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതികൾക്ക് ജാമ്യമില്ല. ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും മറ്റ് 8 പേർക്കും ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. കലാപത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2020 സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്രിമിനൽ ഗൂഢാലോചന, കലാപം, നിയമവിരുദ്ധമായ സംഘം ചേരൽ, UAPA തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ സമരമായിരുന്നു കലാപമായി മാറിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പ്രതികൾ കഴിഞ്ഞ 5 വർഷമായി ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഇന്നും ജാമ്യം അനുവദിച്ചിട്ടില്ല. ഈ ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? നിലിമ, 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗൂഢാലോചന കേസിലാണ് ഷർജീൽ ഇമാമും ഒപ്പം 9 പ്രതികളും ആകെ 9 പ്രതികളുടെയും ജാമ്യാപേക്ഷ ഇന്ന് ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. ഇത് നേരത്തെ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും കോടതി തള്ളുകയായിരുന്നു. വിചാരണ കോടതി ജാമ്യം അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ഉൾപ്പെടെ ആകെ 9 പ്രതികൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ അതിശക്തമായി എതിർത്ത ഡൽഹി പോലീസ് ഈ കലാപം ആളിക്കത്തിക്കുന്നതിന് ഷർജീൽ ഇമാമും ഉമർ ഖാലിദും ഉൾപ്പെടെയുള്ളവർ നടത്തിയതിന്റെ പങ്ക് വ്യക്തമായിട്ടുണ്ടെന്നും നിലവിൽ ജാമ്യം നൽകരുത് എന്നുള്ള കാര്യവും കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘം വ്യക്തമാക്കി. കൂടാതെ വിചാരണ കോടതിയിൽ ഇത് സംബന്ധിച്ച വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്, കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഡൽഹി പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഷർജീൽ ഇമാമും ഉമർ ഖാലിദും ഉൾപ്പെടെ 9 പ്രതികളുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. 2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി, ആ നിയമ ഭേദഗതി രാജ്യത്തിനകത്തുള്ള, നമ്മുടെ ഭാരതത്തിനകത്തുള്ള മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപങ്ങൾക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഡൽഹിയിൽ, വടക്കുകിഴക്കൻ ഡൽഹിയിൽ ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രധാനപ്പെട്ട റോഡ് പോലും പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് ടെന്റ് അടിച്ചുകൊണ്ടുള്ള സമരം ആരംഭിച്ചു. അവിടെ സമരവേദിയിലും സർവകലാശാലകളിലും പൊതുയിടങ്ങളിലും ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ഉൾപ്പെടെയുള്ളവർ ഇത് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും മുസ്ലിമുകൾ മുഴുവൻ തെരുവിലിറങ്ങണമെന്നും ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഭാരതത്തിനകത്തുള്ള മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് ആ കലാപം ആളിക്കത്തുന്നതിനുള്ള വഴിയൊരുക്കി എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അന്ന് 2020 ഫെബ്രുവരിയിൽ നടന്ന കലാപത്തിൽ 53-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ആ കലാപത്തിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ടാണ് 2020 സെപ്റ്റംബറിൽ ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ഉൾപ്പെടെ നിരവധി പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് വിചാരണ കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകി. വിചാരണ കോടതി ജാമ്യം അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ 9 പ്രതികളും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ വിചാരണ കോടതിയുടെ നടപടികളെ ശരിവെച്ചുകൊണ്ടും ഡൽഹി പോലീസിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുമാണ് ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ഉൾപ്പെടെ ഈ ഡൽഹി കലാപത്തിന്റെ ഗൂഢാലോചന കേസിലെ പ്രതികൾക്ക് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം നിരസിച്ചത്. നീലിമ. ശരി, ജിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.